ഞാൻ പറയട്ടെ, ഇന്ന് നമ്മളോട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, തലയുടെ പെണ്ണ് കാണാൻ ചടങ്ങിനാണ്. അതെ അതെ തലേ പെണ്ണ് കാണാൻ വേണ്ടി ഇന്നൊരു പെണ്ണ് വന്നിട്ടുണ്ട്. അല്ല അതിപ്പോ ആ കുട്ടി ഇങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ട് പോയി കാണണം. പെണ്ണ് ഇങ്ങോട്ട് വരും. ഒരുപാട് പ്രായമായി, വീടും കൂടും നോക്കാതെ ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുകയല്ലേ. തലയ്ക്കൊരു വാല് വേണ്ടേ? ആ ഇനിയിപ്പോ തലയ്ക്കൊരു വാല് വെച്ച് കെട്ടിയേ പറ്റൂ നമുക്ക്. അതല്ലേ? ആ ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ വായിച്ച വേദവും ഞങ്ങൾ വായിച്ചിട്ടില്ലെന്ന്. ആരും വായില്ല, ആരും ഒന്നും പറയരുത്. എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് ഇടിക്കണം. പുസ്തകം കണ്ട നടേശിന്റെ അമ്മ, നടേശിന്റെ അമ്മയോട് കാര്യം പറയണം. നടേശിന്റെ അമ്മ അധികം പുറകോട്ട് പോരുത്, വിസ്താര പൊട്ടിത്തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. എന്താ നടേശന്റെ അമ്മ അയ്യോ ഇതില് ഇവിടെ പ്രാർത്ഥിച്ച കേട്ടാ. അതിനെ കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഈ എപ്പിസോഡ് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മയുടെ മോൻ വാ തുറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ, അമ്മയുടെ മോൻ പാട്ട് പാടാതിരിക്കാൻ വേണ്ടി നല്ലൊരു അറിഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതെ. അല്ല നമ്മള് ഈ പെണ്ണാണപ്പോന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതെ, അതെ. പെണ്ണിനെ നിങ്ങൾ ഇനി കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല കൂടെ എനിക്ക് മാച്ചായ പെണ്ണ് തന്നെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണാൻ നിങ്ങൾ പറ്റും. ഒരുമിച്ചാ പിന്നെ മാച്ചായിരിക്കും മൊത്തം. പക്ഷേ ഈ കോളനിയിലെ എല്ലാ ചെത്തു പയ്യന്മാർക്കും ഈ പെണ്ണിനെ കുറിച്ച് അറിയാം. എന്റെ പടക്കങ്ങളെല്ലാം പോവുകയാണ്. ഈ പെണ്ണ് കെട്ടുന്നത് മാച്ച് നടത്താനല്ലോ. പിന്നെ ഇതിന്റെ മാച്ചെന്തിനാ? അല്ല അങ്ങനെയല്ല, നമ്മൾ ലോജിക്കലി കണക്റ്റഡ് ആവുമെന്ന്. പിന്നെ തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൊല്ലുമെന്ന് പറഞ്ഞാൽ നടേശം കൊന്നിരിക്കും. നീ കൊന്നോണ്ടിരിക്കുകയല്ലേ ഈ പ്രേക്ഷകരെ എത്രയോ കാലങ്ങളായി. ഇനിയും നീ കൊല്ല് കാണോ? തലയുടെ പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ഒരു 6-6.5 അടി പൊക്കം, മുട്ടിന്റെ ഉടം വരെ നീണ്ടു കിടക്കുന്ന മുടി, കേശഭാരം, നീല നിറമുള്ള കണ്ണ്, അതെനിക്ക് മസ്റ്റാണ്. ആണല്ലേ? നീല കണ്ണ്, തക്കാളി പോലത്തെ ചുണ്ട്, അത് മസ്റ്റാണ് എനിക്ക്. അത് വെണ്ടയ്ക്ക് പോലത്തെ വിരള്, കോവയ്ക്ക് പോലത്തെ മൂക്ക്. അത് ഗതി പച്ചക്കറിത്തോട്ടം തുടങ്ങാനുള്ള പരിപാടിയാണല്ലേ? അങ്ങനെയല്ല, പിന്നെ നമുക്ക് ഒരു സങ്കല്പം ഉണ്ടല്ലോ ഒരു പെണ്ണിനെ കാണുമ്പോൾ. ഓക്കെ നടക്കട്ടെ. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഈ കല്യാണം സമ്മതിക്കാം. ഓക്കെ അല്ലേ? ചേട്ടന് ചേരുവോള്? ആണല്ലേ? അതെ. എന്റെ പറയുന്നോണ്ട് തോന്നരുത്, നല്ല കുട്ടിയാ. തലയ്ക്ക് ചേരുന്ന പേരുവാണോ കുട്ടിക്ക്? ആണോ? പിന്നെ എന്ത് തലേന്ന് തിരിച്ചിട്ടാ മതി. എങ്ങനെ? ലത. വെറും ലതയല്ല, പറക്കും ലത. ഞാൻ ലത, പറക്കും ലത. നല്ല ടൈമിങ്. ഈ കോളനിയിലെ എല്ലാ ചെത്ത് പയ്യന്മാരും പുറകെ നടക്കുന്ന ഈ കോളനിയിലെ ഗ്ലാമർ താരം പറക്കും ലത. എവിടെ എന്നെ വില്ലു കുലയ്ക്കാൻ വന്ന യോദ്ധാവ്? പെണ്ണ് കാണാൻ വന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെ പെണ്ണ് കാണാൻ വന്ന ആളാരാണ്? യോദ്ധാവൊന്നുമില്ല, ഒരു ദശാസുരനുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ഇല്ല. ദേഹം മൊത്തം ദശയുള്ള ആൾ ആരോ, അവൻ ദശാസുരൻ.